വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശരതംബയേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. മഹാഗുരുവിൻ്റെ മധുരവാണികൾ കേട്ട് സുഗതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികൾ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 2026 ഏപ്രിൽ മാസം മുതൽ ഭഗവാന്റെ സമഗ്രവും സമ്പൂർണവുമായ ജീവചരിത്രം ഗുരുസാഗരം മാസിക ഗുരുഭക്തർക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ്റെ തൂലികയിൽ കൂടി ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുകയാണ് ഈ പുരാണ ഗ്രന്ഥം. ജീവചരിത്രങ്ങൾ പലതും പുറത്തു വന്നിട്ടുണ്ട്, പലരും വായിച്ചിട്ടുമുണ്ട്. എന്നിട്ടും മഹാഗുരു ആര് എന്നുള്ള ചോദ്യം പലയിടത്തു നിന്നും മുഴങ്ങിക്കേൾക്കുന്നു. അതിനുള്ള യഥാർത്ഥ ഉത്തരമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതി. 19ാമത് പുരാണമായി തന്നെ ഈ മഹത് ചരിത്രത്തെ കണക്കാക്കാം. ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഈ ഗ്രന്ഥം. ഇത് മനസ്സിരുത്തി വായിക്കാനും മഹാഗുരുവിൻ്റെ മഹിമ തിരിച്ചറിയുവാനും ഗുരുവിനോട് കൂടുതൽ അടുക്കുവാനും ആ ചാരത്ത് വസിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതി, അധ്യായം 2, ഭാഗം 4. കൺഫ്യൂഷനിസം. 4ാം രാവിൽ ശുകപാലിക ചൈനയിലെ കൺഫ്യൂഷസ് എന്ന മതസ്ഥാപകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷനിസം എന്ന മതത്തെക്കുറിച്ചും കഥ പാടി. അക്കാലം മഞ്ചൂറിയൻ ക്രെയിൻ വിഭാഗത്തിൽപ്പെട്ട പക്ഷിയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞല്ലോ. ഞാൻ അക്കാലം കരഞ്ഞിരുന്നത് കോങ്ക്യൂ കോങ്ക്യൂ എന്നായിരുന്നു. അതേ പേരുള്ള ഒരാൾ അക്കാലം വടക്കു പടിഞ്ഞാറേ ചൈനയിൽ ലൂ എന്നു പേരായ പട്ടണത്തിൽ ജനിച്ചു. കോങ്ക്യൂ എന്ന ആ ബാലൻ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. ചൈന അക്കാലത്ത് ശക്തമായ ഒരു ഭരണ സംവിധാനവും ശരിയായ കുടുംബ വ്യവസ്ഥയുമില്ലാതെ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും മധ്യയുള്ള അരാജക ജീവിതത്തിലായിരുന്നു. കോങ്ക്യൂ എന്ന ബാലൻ തൻ്റെ നാടിൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ടാണ് വളർന്നത്. അവൻ വലുതായപ്പോൾ ദാർശനികമായ പല ചിന്തകളും അവനിൽ ഉരുത്തിരിഞ്ഞു. അങ്ങനെ അവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ചൈനയിൽ പരക്കാൻ തുടങ്ങി. കുടുംബങ്ങൾക്ക് ഒരു സദാചാര സംഹിത കൊണ്ടുവന്നാൽ രാജ്യത്തിലെ അരാജകത്വം മാറും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അത് കാലാതീതമായ യാഥാർത്ഥ്യമാണ്. പുരാതന ഭാരതത്തിൽ ഋഷിമാർ സ്മൃതികൾ രചിക്കുമായിരുന്നു. കുടുംബജീവിതം, വ്യക്തിജീവിതം എന്നിവ ഒരു അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിലാക്കി ശരിയായ ആചരണത്താൽ ശക്തിപ്പെടുത്തുന്ന പവിത്ര ഗ്രന്ഥമാണ് സ്മൃതികൾ. കുടുംബ വ്യവസ്ഥയുടെ പാലനമാണ് സമൂഹ പുരോഗതിയുടെ അടിസ്ഥാനം. കുടുംബം അച്ചടക്കമില്ലാത്ത വ്യവസ്ഥയായി മാറിയാൽ അത് സാമൂഹികമായ അരാജകത്വത്തിലേക്കും സംഘർഷാത്മകമായ ജീവിതത്തിലേക്കും വഴിതെളിക്കും. ഈ ബോധമാണ് ഭാരതത്തിൻ്റെ വടക്കൻ മേഖലയായ ചൈനയിൽ ജനിച്ച ഒരു സാധാരണ ബാലനിലും ഉദിച്ചത്. അദ്ദേഹം തത്വചിന്ത, മതം, പാരമ്പര്യം, മാനുഷികത, യുക്തിബോധം, ഭരണക്രമം, അച്ചടക്കമുള്ള ജീവിത രീതി എന്നിവ ആവിഷ്കരിച്ചു. ആ മഹത് ചിന്തകളാണ് ചൈനയിൽ കൺഫ്യൂഷനിസം എന്ന മതമായി വളർന്നത്. കൺഫ്യൂഷസ് എന്ന പേര് കോങ്ക്യൂവിന് വന്നു ചേർന്നതാണ്. മഹാനായ ഗുരു എന്ന അർത്ഥമുള്ള ഈ പേരിലാണ് ജനം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. ചൈനയുടെ അരാജക അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയത് കൺഫ്യൂഷസിൻ്റെ യുക്തിചിന്തകളും അച്ചടക്ക ബോധവുമാണ്. അതിനാൽ തന്നെ ജനം അദ്ദേഹത്തെ ആരാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ തുടങ്ങി. ദൈവത്തെയും പുറത്തുള്ള ശക്തികളെയും ആരാധിക്കുന്നതിൽ നിന്ന് അദ്ദേഹം ജനതയെ വിലക്കി. പിൽക്കാലത്ത് കമ്മ്യൂണിസം ചൈനയിൽ പടർന്നത് കൺഫ്യൂഷസ് ഉറപ്പിച്ച ദൈവനിഷേധത്തിൻ്റെ അടിത്തറയിലാണ്. ദൈവത്തെ നിഷേധിച്ചെങ്കിലും ദൈവിക ഗുണമായ നന്മയെ അദ്ദേഹം ആരാധിച്ചു. അയ്യപ്പൻ എന്ന ശിഷ്യൻ ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് എന്ന് പരമകാരുണികനായ മഹാഗുരു നിരീക്ഷിച്ചല്ലോ. അതുപോലെയാണ് കൺഫ്യൂഷസും. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചില്ല. പക്ഷേ അദ്ദേഹം ആചരണത്തിനായി മുന്നോട്ട് വെച്ച
എല്ലാ ഉപദേശങ്ങളും ദൈവികമായ നന്മയെ സ്ഥാപിക്കുന്നതായിരുന്നു. കൺഫ്യൂഷ്യസ് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. പൂജാവിധികൾ, ആചാരക്രമങ്ങൾ എന്നിവ കുട്ടിക്കാലത്ത് ശീലിച്ചു. പിന്നീട് സംഗീതം, അസ്ത്രവിദ്യ, രഥയോട്ടം എന്നിവ അഭ്യസിച്ചു. സുന്ദരമായ കയ്യക്ഷരമായിരുന്നു കൺഫ്യൂഷ്യസിൻ്റേത്. ഗണിതശാസ്ത്രത്തിലും അദ്ദേഹം ബഹുമിടുക്കനായിരുന്നു. ചരിത്രം, കവിത എന്നിവയിൽ വളരെ താൽപ്പര്യമുണ്ടായിരുന്നു. 17-ാം വയസ്സിൽ പഠനം അവസാനിപ്പിച്ചു. സർക്കാർ വക ധാന്യപ്പുരയുടെ കണക്കെഴുത്തുകാരനായി ജോലിയിൽ പ്രവേശിച്ചു. 19-ാം വയസ്സിൽ വിവാഹം. അടുത്ത വർഷം ഒരു മകൻ ജനിച്ചു. 22-ാം വയസ്സിൽ ഒരു പാഠശാല തുടങ്ങി. ആദ്യം 3 ശിഷ്യർ മാത്രമായിരുന്നു. പിന്നീട് അത് 3000 ശിഷ്യരിലേക്ക് എത്തി. അതിനിടെ കുറച്ചു കാലം ദേശാടനം നടത്തി. തിരികെ വന്ന് കൊട്ടാരത്തിൽ തന്നെ വിവിധ ചുമതലകൾ വഹിച്ചു. ലൂ എന്ന ദേശത്തിൻ്റെ പോലീസ് കമ്മീഷണറായും നീതിന്യായ മന്ത്രിയായുമൊക്കെ പ്രവർത്തിച്ചു. ലൂവിലെ രാജാവ് കൺഫ്യൂഷ്യസിൻ്റെ ഭരണ മികവ് കണ്ട് ചുങ്ങത്ത് എന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായി അദ്ദേഹത്തെ വാഴിച്ചു. എന്നാൽ ഭരണാധികാരി എന്ന നിലയിൽ കൺഫ്യൂഷ്യസിൻ്റെ പല നിലപാടുകളും രാജാവിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുള്ള വെറുപ്പ് കാരണം അദ്ദേഹം ഭരണതലം വിട്ട് വീണ്ടും ദേശാടനത്തിലേക്ക് തിരിഞ്ഞു. 13 വർഷക്കാലം നീണ്ടു ആ ദേശാടനം. പിന്നീട് മടങ്ങിയെത്തി ലൂവിൽ ഒരു വിദ്യാലയം സ്ഥാപിച്ചു. ജീവിതാന്ത്യം വരെ അവിടെ അധ്യാപനം ചെയ്തു. ഗുരു, തത്വചിന്തകൻ, പത്രാധിപർ, ഭരണനിപുണൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, ഉപദേഷ്ടാവ്, ന്യായാധിപൻ എന്നീ നിലകളിൽ അതിപ്രശസ്തനായ കൺഫ്യൂഷ്യസ് ആയിരക്കണക്കിന് ആളുകളുടെ ആരാധനാപാത്രമായി മാറി. കൺഫ്യൂഷ്യസിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ ഖ്യാതി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരുന്നു. പിൽക്കാല ചൈനീസ് ദാർശനികരായ മെൻസിയസ്, സുൻസി, സുപി എന്നിവർ കൺഫ്യൂഷ്യസിൻ്റെ ആരാധകരായിരുന്നു. ആധുനിക മാനവവാദികൾ, ക്രിസ്ത്യൻ വൂൾഫ്, നിയോ തവോയിസ്റ്റുകൾ, നിയോ കൺഫ്യൂഷ്യന്മാർ, ഗ്രീസിലെ അരിസ്റ്റോട്ടിൽ, സ്റ്റോയിക്കുകൾ, റോബർ കമ്മിങ്സ്, നെവിലെ, എസ്ട്രാപോണ്ട്, ലെബനീസ്, ഫ്രാൻകോയിസ് ക്യൂസ്ത എന്നിവരൊക്കെ കൺഫ്യൂഷ്യസിൻ്റെ ചിന്താസ്വാധീനത്തിൽ ഉൾപ്പെട്ടവരായിത്തീർന്നു. കൺഫ്യൂഷ്യസ് ഊന്നൽ കൊടുത്തത് മനുഷ്യബന്ധങ്ങൾക്കിടയിലെ സദാചാര ബോധത്തിനായിരുന്നു. ധാർമ്മിക തത്വങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാവരും അനുസരിക്കണം. രാജ്യത്തെ രാജാവ് ത്യാഗിയായ സന്യാസിയെപ്പോലെയും ജനങ്ങൾ രാജാവിൻ്റെ ശിഷ്യരെപ്പോലെയും ജീവിക്കണം. മാതാപിതാക്കളും കുട്ടികളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും മൂല്യാധിഷ്ഠിതമായ ബന്ധമുണ്ടാവണം. ഇങ്ങനെ സമൂഹത്തെ സദാചാരത്തിൽ നിലനിർത്താൻ ഒരു പെരുമാറ്റച്ചട്ടം തന്നെ കൺഫ്യൂഷ്യസ് തയ്യാറാക്കി. നല്ല പെരുമാറ്റം, വിനയം, ഭക്തിപൂർവമുള്ള കർമ്മം, മറ്റുള്ളവരിൽ വിശ്വാസം എന്നിവ പുലർത്താൻ പ്രേരണ നൽകുന്ന ഉപദേശങ്ങളാണ് കൺഫ്യൂഷ്യസ് തത്വോപദേശങ്ങളുടെ അടിസ്ഥാനം. വ്യക്തികളുടെ സ്വഭാവശുദ്ധിയാണ് ഒരു മതം നിഷ്കർഷയോടെ പാലിച്ചു വളർത്തേണ്ടത് എന്നാണ് കൺഫ്യൂഷ്യസ് പറയുന്നത്. വ്യക്തികളാണ് കുടുംബമായും സമൂഹമായും വർത്തിക്കുന്നത്. അതിനാൽ വ്യക്തിത്വ വികാസം സമൂഹ സൃഷ്ടിക്ക് ആവശ്യമാണ്. എല്ലാ നന്മകളുടെയും ആകത്തുകയെ കൺഫ്യൂഷ്യസ് ജെൻ എന്നാണ് വിളിച്ചത്. ജെൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിലും കൺഫ്യൂഷ്യസ് ജെൻ എന്നത് മനുഷ്യത്വം എന്ന അർത്ഥത്തിലാണ് ഉൾക്കൊണ്ടത്. കൺഫ്യൂഷ്യസിൻ്റെ തത്വങ്ങൾ എല്ലാം ജെൻ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പരമകാരുണികനായ മഹാഗുരു ശ്രീനാരായണനും മനുഷ്യത്വം എന്ന മൂല്യബോധത്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് ഓർക്കുക. അപ്പോൾ കൺഫ്യൂഷ്യസിലും ഗുരുവുണ്ട്. തവോയിലും സരതുഷ്ട്രയിലും ഗുരുവിൻ്റെ നിലകൾ കാണാൻ സാധിക്കും. ജയ ജയ നാരായണ ഗുരുനാഥ, ജയ ജയ നാരായണ മുനിവര്യ, ജയ ജയ സദ്ഗുരു ചിന്മയരൂപ, ജയ ജയ സാംബ സദാശിവമൂർത്തേ. കഥാകഥനത്തിനിടെ പരമഗുരുവിനെക്കുറിച്ച് പരാമർശിക്കേണ്ടി വന്നപ്പോൾ ശുകപാലിക ഭക്തിവിവശയായി ഇങ്ങനെ സ്തുതിച്ചു. സ്തുതിയുടെ നാദസൗരഭ്യം ആത്മസാധകനിലും ഉൾപ്പുളകം നിറച്ചു. അവൻ കിളിപ്പെണ്ണിനോട് ചോദിച്ചു, പ്രിയേ, ശുകകുല മൗലിക മാണിക്യമേ, നിനക്ക് എങ്ങനെയാണ് ഇത്രയും ഗുരുഭക്തി ലഭിച്ചത്? അവൾ മതപുരാണം ഒരു വേള നിർത്തിയിട്ട് ആത്മസാധകനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, അതൊരു കഥയാണ്.
ഗുരു എന്നത് ഓരോ ജീവിക്കും അവൻ്റെ നെറുകയുടെ മുകളിൽ നിൽക്കുന്ന അനുഭവമൂർത്തിയാണ്. പണ്ടൊരു ജന്മത്തിൽ എനിക്ക് എത്ര പ്രയത്നിച്ചിട്ടും പറക്കാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ നേരെ നോക്കി പറക്കരുത്, തിരിഞ്ഞു നോക്കിയും കുനിഞ്ഞു നോക്കിയും പറക്കരുത്. തലയ്ക്ക് മുകളിലേക്ക് കൊക്ക് കൂർപ്പിച്ച് വേണം പറക്കാൻ. എന്തെന്നാൽ തലയ്ക്ക് മുകളിൽ ഗുരു നിൽക്കുന്നു. ഗുരുവിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിഞ്ഞാൽ ഒരു നിമിഷം പോലും വൈകാതെ ബുദ്ധിയിൽ ഗുരുത്വം പ്രകാശിക്കും. നമ്മുടെ ജീവിതാകാശം വിസ്തൃതമായി മാറും. കാഴ്ചപ്പാടുകൾ വിശാലമാകും. ചെറിയ ജീവിതത്തിൽ നിന്ന് വലിയ ജീവിതത്തിലേക്ക് ചിറക് നീർത്തിപ്പറക്കാൻ ഗുരുത്വം മാത്രം മതി. ഞാൻ അങ്ങനെ ചെയ്തു. ആ നിമിഷം എൻ്റെ ചിറകുകൾ കൂടുതൽ ബലവത്തായി. ഞാൻ ഭാരമില്ലാത്തവളായി. അന്നു മുതൽ ഞാൻ ഉയരെ പറക്കുന്ന, ഉയരത്തിൽ നിന്ന് താഴെയുള്ള ജീവിതം കാണുന്ന സമത്വബോധമുള്ള കിളിയായി മാറി. അതിനാൽ കിളികുലം മാത്രമല്ല, എല്ലാ ജീവിവർഗങ്ങളും തലയ്ക്ക് മുകളിലെ ഗുരുസ്ഥാനത്തെ നോക്കി പ്രാർത്ഥിച്ച് മുകളിലേക്ക് കുതിക്കാൻ പഠിക്കണം എന്നാണ് എൻ്റെ അനുഭവപാഠം. പിന്നെയുള്ള പക്ഷിജന്മങ്ങളിലെല്ലാം ഞാൻ ആ പാഠം പാലിച്ചു. അന്നു മുതൽ ഞാൻ വെറും പക്ഷിയല്ലാതെയായി. എനിക്ക് എല്ലാ ഭാഷകളും വശമായി. മനുഷ്യരുടെയും ജന്തുക്കളുടെയും ഉരകങ്ങളുടെയും ഭാഷ മനസ്സിലാകും. മനുഷ്യരുടെ ചിന്തകളെ ഗ്രഹിക്കാൻ സാധിക്കും. ഗുരുത്വം ലഭിച്ചതുകൊണ്ടാണ് മതപുരാണം നിനക്ക് പറഞ്ഞു തരാൻ അറിവ് ലഭിച്ചത്. ഗുരുഭക്തി ഉണ്ടായാൽ എല്ലാം വഴിയേ വന്നെത്തും. അറിവും കഴിവും ഭാഗ്യവും നമ്മെ തേടി വരും. അതിനാൽ എനിക്ക് നിങ്ങൾ മനുഷ്യരോട് ഉപദേശിക്കാൻ ഒന്നു മാത്രമാണ് ഉള്ളത്. ഗുരുവിൽ ഭക്തരായിരിക്കുക, ഗുരുവാക്ക് വിശ്വസിക്കുക, ഗുരുവിനോടുള്ള വാക്കു പാലിക്കുക. മറ്റെല്ലാം നിങ്ങൾക്ക് പിന്നാലെ വരും. എല്ലാ ജന്മങ്ങളിലും ശ്രേഷ്ഠരായ മനുഷ്യരോട് ഞാൻ സമ്പർക്കം ചെയ്തു. ഈ ജന്മം ഇതാ പരമഗുരുഭക്തനായ നിന്നോടൊത്ത് ചിലവിടാനും എനിക്ക് ആയുസ് ലഭിച്ചിരിക്കുന്നു. എല്ലാം ഗുരുകാരുണ്യമെന്നല്ലാതെ എന്തു പറയാൻ. 4-ാം രാവ് അവസാനിക്കാൻ 2 യാമങ്ങൾ മാത്രം ബാക്കി. അതിനാൽ കൺഫ്യൂഷ്യസിൻ്റെ കഥ തുടരാൻ ശുകപാലിക തീരുമാനിച്ചു. അവൾ ആത്മസാധകനോട് പറഞ്ഞു, നിന്നോട് മതപുരാണങ്ങൾ പറയാൻ 12 ദിവസം കൂടിയേ ഇനി ബാക്കിയുള്ളൂ. അതിനാൽ ഇന്ന് രാവ് തീരും മുമ്പേ കൺഫ്യൂഷ്യസിൻ്റെ കഥ എനിക്ക് പൂർത്തിയാക്കണം. നീ മറുചോദ്യങ്ങൾ ചോദിക്കരുത്. 12 ദിവസം കഴിഞ്ഞാൽ ശുകപാലിക മടങ്ങുമെന്നാണോ ഉദ്ദേശിച്ചത് എന്ന ആശങ്ക ആത്മസാധകനുണ്ടായി. അയാൾക്ക് അവൾ മടങ്ങുന്നതിൽ ദുഃഖമുണ്ട്. എങ്കിലും ഉപചോദ്യങ്ങൾ വിലക്കിയതിനാൽ ചോദിച്ചില്ല. പകരം അവളുടെ കഥകൾക്കായി കാതോർത്തു. വ്യക്തികളിൽ ധാർമ്മികമായ സ്വഭാവം രൂപീകരിക്കുകയാണ് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും ജനസമൂഹത്തിൻ്റെ നന്മയ്ക്കും അടിസ്ഥാനമായ കാര്യമെന്ന് കൺഫ്യൂഷ്യസ് നിരീക്ഷിച്ചു. സംസ്കാരം, സ്വഭാവം, പരോപകാരം, പരസ്പര വിശ്വാസ്യത എന്നീ 4 കാര്യങ്ങൾ സ്വഭാവഗുണമായി സ്വീകരിക്കണം എല്ലാവരും. സാഹിത്യത്തെ ആഴത്തിൽ പഠിക്കാൻ അദ്ദേഹം ശിഷ്യരോട് നിർദ്ദേശിച്ചു. ആചാരപ്രമാണങ്ങളും കവിതാഗ്രന്ഥങ്ങളും എല്ലാവരും നന്നായി പഠിച്ചിരിക്കണം. പ്രതിബന്ധങ്ങൾ എന്തൊക്കെ എന്നറിയാത്തവൻ സംസാരിക്കാൻ പ്രാപ്തനാവില്ല. ആചാരങ്ങൾ പഠിക്കാതെ ഒരാൾക്ക് നല്ല നിലനിൽപ്പ് ഉണ്ടാവില്ല. വിദ്യാഭ്യാസം ലോകവിവരങ്ങൾ അറിയുക എന്നതിലല്ല, ധാർമ്മികമായ മൂല്യങ്ങൾ പഠിച്ചുറപ്പിക്കുന്നതിലാവണം ഊന്നി നിൽക്കേണ്ടത്. സാഹിത്യവും കാവ്യവും പഠിക്കുന്നത് ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണവും സുഗന്ധപൂരിതവുമാക്കും. സ്വയം നിയന്ത്രണം, മേലധികാരികളോട് അനുസരണ, മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിക്കൽ എന്നിവ പരിശീലിപ്പിച്ചു തന്നെ എടുക്കണമെന്ന് കൺഫ്യൂഷ്യസ് ഉപദേശിക്കുന്നു. കൺഫ്യൂഷ്യസിൻ്റെ ചിന്തകളും ജീവിത അവലോകനങ്ങളും ലുൻസു എന്ന കൃതിയായി അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം ശിഷ്യർ സമാഹരിച്ചിരുന്നു. 5 ക്ലാസിക് കൃതികൾ അദ്ദേഹം സമാഹരിച്ച് എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കിയിരുന്നു. ഭേദഗതി ഗ്രന്ഥം, കവിതാഗ്രന്ഥം, ചരിത്രഗ്രന്ഥം, ആചാരപ്രമാണങ്ങൾ, വസന്ത ശരത്കാലാഖ്യാനങ്ങൾ എന്നിവയാണ് ആ പുസ്തകങ്ങൾ. ആകെ 13 ഗ്രന്ഥങ്ങളാണ് കൺഫ്യൂഷ്യസ് മതത്തെക്കുറിച്ച് എഴുതിയത്. ഈ ഗ്രന്ഥങ്ങൾ പ്രചരിച്ചതോടെ ചൈനയ്ക്ക് വെളിയിൽ ജപ്പാൻ, കൊറിയ, വിയറ്റ്നാം എന്നിവിടങ്ങളിലേക്കും കൺഫ്യൂഷ്യസ് മതം വ്യാപിച്ചു. താൻ സ്വന്തമായി ഒരു തത്വശാസ്ത്രത്തിന് രൂപം കൊടുത്തു എന്ന് കൺഫ്യൂഷ്യസ് അവകാശപ്പെടുന്നില്ല. പഴയകാലത്തെ ഋഷിമാരുടെ ദർശനങ്ങളാകുന്ന സുവർണഖനിയിൽ നിന്ന് ഞാൻ കുറച്ച് രത്നങ്ങൾ എടുത്ത് കാണിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യനിൽ ദയയും വിനയവും ചേരുന്ന വിശ്വപ്രണയമാണ് ഉണ്ടാവേണ്ടത്.
അതുണ്ടായാൽ മനുഷ്യകുലം വളരെയധികം ലോകോപകാരപ്രദമാകും. അത് മനുഷ്യൻ്റെ മാത്രമല്ല സർവ്വജീവികളുടെയും സുഖകരമായ നിലനിൽപ്പിന് ഉതകും. ഭരണകൂടങ്ങൾ നിയമാധികാരത്തിലല്ല ധാർമ്മിക ശക്തിയാൽ അധിഷ്ഠിതമാകണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. കൺഫ്യൂഷ്യസ് പകർന്നു നൽകിയ സദാചാരബോധമാണ് ചൈനയെ സുശക്തമായ രാഷ്ട്രമാക്കിയത്. ജപ്പാനും കൊറിയയുമെല്ലാം ആത്മശക്തി ഉൾക്കൊണ്ടതും അച്ചടക്കത്തോടെ വളർന്നതും കൺഫ്യൂഷ്യസിൻ്റെ തത്വങ്ങൾ സ്വീകരിച്ചാണ്. എന്നാൽ പിൽക്കാലത്ത് ചൈനയിൽ കൺഫ്യൂഷ്യസിനെതിരെ വലിയ ഒരു എതിർപ്പുണ്ടായി വന്നു. ചൈനയുടെ കുഴപ്പങ്ങൾക്ക് കാരണം കൺഫ്യൂഷ്യനിസമാണെന്ന് വാദങ്ങൾ ഉയർന്നു. സന്യാസിൻ്റെ തത്വങ്ങളും കമ്മ്യൂണിസവും കൺഫ്യൂഷ്യനിസത്തിന് ബദലായി അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറുകയായിരുന്നു. സുഖബാലിക ഇത്രയും പറഞ്ഞ് ചക്രവാളത്തിലേക്ക് നോക്കുമ്പോൾ ദിവാകരപ്രഭയുടെ വരവ് അറിയിച്ച് അരുണകിരണങ്ങളുടെ ചുവപ്പ് പരക്കുന്നുണ്ടായിരുന്നു. ആ ജ്ഞാനോദയത്തെ അവൾ ഗുഹൻ്റെ വരവായി കണ്ട് മഹാഗുരുവിൻ്റെ ഷൺമുഖസ്തോത്രത്തിലെ വരികൾ ചൊല്ലി ഇങ്ങനെ സ്തുതിച്ചു. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടയ്ക്കരവങ്ങളമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങൾ അകറ്റുവാനൊഴുകിയിടുമമ്പരഗംഗയും ഹൃത്കുരുന്നിലെനിക്കു കാണണമെപ്പോഴും ഗുഹപാഹിമാം. വായന ഇവിടെ പൂർണ്ണമാകുകയാണ്. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും ആഗ്രഹമുള്ളവർ 6282319294 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഗൂഗിൾ പേ ചെയ്യേണ്ടവർ 8078188858 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭ്യമാണ്. മാസിക ഇപ്പോൾ ഓൺലൈനായും വായിക്കാവുന്നതാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ വായന ആസ്വദിക്കാവുന്നതാണ്. ഇനി വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് മാസികയുടെ ഓഡിയോ വെർഷനും ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും കാണാം. നമസ്തേ.